മധുസാറിൻ്റെ ആ സിനിമയ്ക്ക് ശേഷം വേറൊരു സിനിമ, അതിനിടയ്ക്ക് ഒരുപാട് സിനിമകൾ വന്നു. പക്ഷേ സ്റ്റീഫനിൽ നിന്ന് താങ്കൾ വേറൊരു തലത്തിലേക്ക് പ്രയാണം ചെയ്തൊരു സിനിമയുണ്ട്. ആ സിനിമ ഇന്നും ഈ തലമുറ കണ്ടാൽ പോലും അത് ആസ്വദിക്കാനുള്ള ഒരു പരിവും ആ സിനിമയ്ക്കുണ്ട്. ഭാർഗവി നിലയം. അതെ അതെ. എനിക്ക് ഒരു ആസ് എൻ ആക്ടർ കോൺഫിഡൻസ് എന്നൊരു പടം ഭാർഗവി നിലയമാണ് ആദ്യമായിട്ട്. ഇത് ഭാർഗവി നിലയം മറ്റു പല ഇത് 8ാമത്തെ മറ്റു പടമാണ് എൻ്റെ. അതെ, കുട്ടിക്കുപ്പായം എല്ലാ സിനിമയും എല്ലാം കഴിഞ്ഞിട്ടാണ്. മൂടുപടം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. 8ാമത്തെ പടമാണ്. കുട്ടിക്കുപ്പായം 4ാമത്തെ മറ്റാണ്. അതെ. അപ്പോൾ ഇതിൽ ഇൻ്റർവെൽ വരെ ആരുമില്ല എന്തെങ്കിലും ചെയ്യാൻ. കുറേ ആർട്ടിസ്റ്റുണ്ട്. ഭാഷ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ബാക്കി ആരുമില്ല. മുഴുവനും ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരുപക്ഷെ ഒരു നടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് യെസ് ഐ ക്യാൻ ആക്ട്. അപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ കൺഫേം ചെയ്യുന്നത് ഈ സിനിമ. അതുവരെ അങ്ങനെയല്ല. അതൊരു അഭിനയിക്കുന്നു എന്നുള്ളതല്ലാതെ പലതും മനസ്സിലുണ്ട്. പക്ഷേ ഇതിൽ ഉറച്ചു നിൽക്കാം. ശരി, ഐ ക്യാൻ ഇതിനകത്തൊരു ആക്ടറായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നെനിക്കൊരു കോൺഫിഡൻസ് വന്നത് ഭാർഗവി നിലയത്തിലാണ്. ഇത്രയും സമയം ഒരു കഥാപാത്രം മാത്രം, അതും ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളും മുഖത്തെ ഭാവങ്ങളും തലങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇതിലൊരു സിനിമ കാണുന്ന ഒരാൾക്ക് ഒരു അല്പവിരസത കടന്നു വന്നു കഴിഞ്ഞാൽ കഥാപാത്രം പോയി. ഒരു അഗ്നിപരീക്ഷയായിരുന്നു. അഗ്നി പരീക്ഷയാണ് ടഫായിരുന്നു എന്ന് വരികയും ഈ എൻജോയ് ചെയ്യുന്നുള്ള ആസ് എൻ ആർട്ടിസ്റ്റ് ചെയ്യാനൊരു സുഖമുണ്ടായിരുന്നു. ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. ഒരു കർമ്മം ചെയ്യുന്നതിൻ്റെ, ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ദ പ്ലഷർ ഓഫ് ഡൂയിങ് ദ റിയൽ വർക്ക്, അതുണ്ടായിരുന്നു. അത് ഈ സിനിമയാണ്. സിനിമയിലാണ് ആദ്യമായിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സാർ, ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വലിയൊരു പക്ഷേ സാധാരണ മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തമായിരുന്നു. ഈ ഭാർഗവി നിലയം ഇന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ പുതിയ തലമുറയ്ക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു തീമിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മലയാള സിനിമയിൽ ഒരു സിനിമ ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതിൻ്റെ കഥയും സംവിധാനവും എല്ലാം ഒരു വ്യത്യസ്തതയുള്ളതായിരുന്നു. സാറിന് അത് ഈ രീതിയിലേക്ക് ആ സിനിമ മാറുമെന്നും ചർച്ച ചെയ്യപ്പെടുമെന്നും സാർ ചിന്തിച്ചില്ല. പക്ഷെ അത് ആദ്യം പറഞ്ഞപ്പോൾ ചിന്തിച്ചില്ല. കാരണം നീലവെളിച്ചം എന്ന് പറയുന്ന കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊരു ഇങ്ങനെ ഒരു ഇല്യൂഷൻ എന്നുള്ളതല്ലാതെ വലിയൊരു സിനിമയ്ക്കുള്ളൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടെ ചന്ദ്രധാര ഓഫീസിൽ ബഷീർ വന്നിട്ട് അവിടെ താമസമായിരുന്നു. ഏതാണ്ട് 1 മാസത്തോളം താമസിച്ചിട്ട് ദിവസവും വായിച്ച് ദിവസവും കറക്റ്റ് ചെയ്ത്. അപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ പരമേശ്വരൻ നായരുണ്ടാവും, വിൻസെൻ്റ് മാസ്റ്റർ ഉണ്ടാവും, RS പ്രഭു ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടായിരിക്കും. ഭാഷയുണ്ടാവും. ഇടയിൽ കൂടെ ഞാനവിടെ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഫ്രീ ആണെങ്കിൽ അവിടെ ഞാനും കൂടെ പോയിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ച് വീണ്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഞാൻ മനഃപൂർവ്വം പഠിച്ചതെല്ലാന്ന് വരികയും ഇറ്റ് സോ ഹാപ്പൻ ഈ ക്യാരക്ടർ ഭംഗിയായിട്ട് എൻ്റെ മനസ്സിൽ കയറി. എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. വിൻസെൻ്റ് മാഷിന് ആയതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ മധുസാറിൽ? അതെയോ? അല്ല, വിൻസെൻ്റ് മാസ്റ്റർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വിൻസെൻ്റ് മാസ്റ്റർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വിൻസെൻ്റ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു സജസ്റ്റ് ചെയ്ത് തന്നെ. അതെ. എന്തായാലും മധുസാറിൻ്റെ അഭിനയ വഴിത്താരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അതിനേക്കാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ താങ്കൾക്കുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് വരാം. പക്ഷേ എങ്കിൽ പോലും ഒരു നടനെ സൃഷ്ടിച്ച ഒരു പടമാണ്. മാത്രമല്ല നടന് കൊടുത്തൊരു ബഹുമതിയും കൂടിയാണ് ആ സിനിമ ഭാർഗവി നിലയം. അതിനുശേഷം താങ്കൾ കോൺഫിഡൻ്റായി, ഞാനിവിടെ നിലകൊള്ളാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. താങ്കൾ ചെറിയൊരു അഹങ്കാരം ഉണ്ടായോ സാറേ? ഇല്ല, അഹങ്കാരം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, വിശ്വാസവും കോൺഫിഡൻസ് ആയി. അതെ.